ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 61 62 തിരുവചനങ്ങൾ. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരേ പാരഗ്രാഫിൽ 3 ആളുകൾ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്ന സാക്ഷ്യം. അതിൽ ആദ്യത്തെ ആൾ വളരെ താല്പര്യത്തോടെ ഞാൻ നിന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് യേശുവിനോട് പറയുകയായിരുന്നു എങ്കിൽ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകളോട് യേശു എന്നെ അനുഗമിക്കുക എന്ന ക്ഷണം അവർക്ക് കൊടുക്കുകയാണ്. ഇതിൽ മൂന്നാമത്തെ ആൾ യേശുവിൻ്റെ ക്ഷണം സ്വീകരിക്കുകയാണ്. എന്നാൽ ഒരാവശ്യം മാത്രം അദ്ദേഹം യേശുവിന് മുൻപിൽ വയ്ക്കുന്നുണ്ട്. ഞാനൊന്നു പോയി എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് വരാം എന്ന ആവശ്യം. അവരെന്നെ കാണായികയാൽ വിഷമിക്കരുതല്ലോ എന്ന് വെച്ചായിരിക്കണം കുടുംബത്തെ സ്നേഹിക്കുന്ന ആ വ്യക്തി യേശുവിനോടൊപ്പം അനുഗമിക്കുവാൻ തയ്യാറായി എങ്കിലും വീട്ടുകാരെ ഒന്നറിയിക്കണം എന്ന ആവശ്യം യേശുവിനോട് പറയുന്നത്. അതിനുള്ള യേശുവിൻ്റെ മറുപടി ഒരുപക്ഷെ അന്ന് ആ വ്യക്തിക്കും ഇന്ന് നാം ഓരോരുത്തർക്കും ഉൾക്കൊള്ളുവാൻ അല്പം പ്രയാസമുള്ളതായിരിക്കും. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത്, അങ്ങനെയുള്ളവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന യേശുവിൻ്റെ മറുപടി. ഞാൻ നിന്നെ അനുഗമിക്കുകയാണ് എന്നുള്ളത് സ്വന്തം വീട്ടുകാരോടൊന്ന് പറയണം എന്ന് മാത്രമേ ആ മനുഷ്യൻ യേശുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ യേശുവിൻ്റെ മറുപടി കുറച്ച് കടുപ്പമേറിയതായിരുന്നു. വീട്ടുകാരോട് നീ ഒന്നും പറയണ്ട, നീ എന്നെ കണ്ണും പൂട്ടി അനുഗമിക്കുകയാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന യേശു. അങ്ങനെ പുറപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യത്തിന് അർഹതയുള്ളൂ എന്നും കൂടി പറയുന്ന യേശു. എന്തുകൊണ്ടായിരിക്കാം യേശു ഇങ്ങനെ ഒരല്പം നീരസത്തിലാക്കുന്ന വിധത്തിൽ ഈ മനുഷ്യനോട് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? യേശുവിനറിയാം, തന്നെ പിൻഗമിക്കണമെങ്കിൽ, താൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗരാജ്യത്തിന് അവകാശിയാകണമെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും പ്രഥമ പരിഗണന രക്ഷയിലേക്കുള്ള വഴിയിലായിരിക്കണം. യേശുവിൻ്റെ മാർഗത്തിലൂടെ പിന്നോട്ട് നോക്കാതെ നടക്കുക എന്നുള്ളതാണ് ആ വഴി. തീർത്തും വിഷമകരമായ ഒരു ദൗത്യമാണ് ആ വഴിയിലൂടെയുള്ള യാത്ര. ജീവിതത്തിൽ നേടിയതും അനുഭവിച്ചതുമായ പലതും നമ്മെ പിന്നോട്ട് മാടി വിളിക്കാവുന്ന യാത്ര. ജീവിതത്തിൽ കൂട്ടിനായി ദൈവമാക്കിത്തന്ന പലരും ഈ യാത്രയിലൊരു തടസ്സമായി നിൽക്കാം. പലരും പിന്നിൽ നിന്നും വിളിക്കാം. എന്നാൽ ആ ജീവിത വിജയങ്ങളും ജീവിത സഹയാത്രികരും യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്നും ഒരാളെപ്പോലും പിന്തിരിപ്പിക്കരുത് എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന യേശു പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ, പഴയ പാപങ്ങളും ലോകമോഹങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തേക്കാൾ, തൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ, സ്വന്തം സുരക്ഷയേക്കാൾ ദൈവ ചിത്തത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ എളിയ വേലക്കാരായി സ്ഥിരതയും ആത്മവിശ്വാസവുമുള്ള ഒരു യാത്ര, യേശുവിങ്കിലേക്ക് മാത്രം നോക്കിയുള്ള ഒരു യാത്ര തുടങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്ന യേശു. ഏതൊരു കൃഷിക്കാരനും കലപ്പ പിടിച്ച് പിന്നോട്ട് നോക്കിയാൽ വരി നേരെയാകാതെ ഉഴുവുന്ന പോലെ നമ്മുടെ പിന്നോട്ടുള്ള നോട്ടം യേശുവിൻ്റെ സ്വപ്നത്തിൽ നിന്നും, എന്താണ് ആ സ്വപ്നം? സ്വർഗരാജ്യത്തിന് നമ്മെ യോഗ്യരാക്കുക എന്ന സ്വപ്നം. ആ സ്വപ്നത്തിൽ നിന്നും നമ്മെ ആരെയും പിന്തിരിപ്പിക്കാതിരിക്കട്ടെ എന്നാഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.